ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ രാവിലെ ഡ്രസ്സ് ചെയ്തിറങ്ങുന്നു. ഇന്നൊരു പ്രധാനപ്പെട്ട ദിവസമാണ്. ഞങ്ങളുടെ സ്കൂൾ ഫ്രണ്ട്സിൻ്റെ ഒരു ഗെറ്റ് ടുഗെദറാണ്. എൻ്റെ കൂടെ 10th സ്റ്റാൻഡേർഡ് വരെ ഹോളി ഏഞ്ചൽസിൽ പഠിച്ച എൻ്റെ ഫ്രണ്ട്സ്. പക്ഷേ എല്ലാവരും ഒന്നുമില്ല, പലരും ഇന്ത്യയുടെ പല ഭാഗത്താണ്, അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്താണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെയുള്ള കുറച്ച് ഫ്രണ്ട്സ്, ഒരു 10-25 ഫ്രണ്ട്സ് ഉണ്ട്. അവർ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവരെല്ലാം ഒന്ന് മീറ്റ് ചെയ്യാം. ഇവരെക്കുറിച്ചെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഹോളി ഏഞ്ചൽസിൻ്റെ കഥ പറഞ്ഞ സമയത്ത് പറഞ്ഞില്ല, എൻ്റെ സ്കൂൾ ഡേയ്സിൻ്റെ വിശേഷങ്ങൾ. ആ കൂട്ടത്തിലുള്ള എല്ലാവരും ഉണ്ടാവും. മീനാക്ഷി, അനിത, കുറേ പേര്. ഓക്കെ, പറ്റുന്ന പോലെയൊക്കെ ഞാൻ അവരെല്ലാം പരിചയപ്പെടുത്താൻ പറ്റുമോ എന്ന് നോക്കാം. ഞങ്ങളുടെ ഒരു ലഞ്ച് മീറ്റിംഗ് ആണ്. വിൻസർ രാജധാനി എന്ന് പറഞ്ഞ ഹോട്ടലിൽ വെച്ചിട്ടാണ്. ബുഫേ ലഞ്ചാണ്. പിന്നെ കുറച്ച് ഫോട്ടോ സെഷൻ, എല്ലാവരുമായിട്ടൊരു എന്താ പറയുക, സ്നേഹ സംഭാഷണങ്ങൾ, അത്തരം വിശേഷം. അറിയാമല്ലോ ഒരു ഗെറ്റ് ടുഗെദർ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും. നമ്മുടെ സ്കൂൾ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ക്ലോസ് ടു അവർ ഹാർട്ടാണ് അല്ലേ. അങ്ങനെ ഇപ്പോൾ ടൈമിങ് വെച്ചിരിക്കുന്നത് ഒരു 10-11 മണി തൊട്ട് ഉച്ചയ്ക്ക് 2:30 മണി വരെയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇറങ്ങുന്നു. പോകാം. ട്രിവാൻഡ്രം നർമ്മദയുടെ അടുത്തുള്ള വിൻസർ രാജധാനി ഹോട്ടലിൻ്റെ ഹാളിൽ വെച്ചായിരുന്നു ഞങ്ങളുടെ മീറ്റപ്പ്. ട്രിവാൻഡ്രത്തുനിന്ന് മാത്രമല്ല, കേരളത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നും, അതുപോലെ തന്നെ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്നും, പിന്നെ വിദേശത്തു നിന്നും ഒക്കെ നമ്മളുടെ സുഹൃത്തുക്കൾ വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് നാളുകൾക്ക് ശേഷമല്ലേ ഞങ്ങൾ കണ്ടുമുട്ടുന്നത്. ഏതാണ്ട് 25ഓളം ഫ്രണ്ട്സിന് വരാൻ പറ്റിയിരുന്നു ഈ ഒരു മീറ്റപ്പിന്. കുറേ നാളുകൾക്ക് ശേഷം കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു എക്സൈറ്റ്മെൻറ്റ്, അത് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്ക് ഊഹിക്കാമെന്നുള്ളതേ ഉള്ളൂ. എല്ലാവരും തമ്മിൽ വിശേഷങ്ങൾ പങ്കുവയ്ക്കുക, ഫോട്ടോസ് എടുക്കുക, സെൽഫീസ് എടുക്കുക, എല്ലാവരുടെയും മുഖത്ത് സന്തോഷം മാത്രം. അത് എല്ലാവരും പരിചയപ്പെടുത്താമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അനിത പറയൂ. അനിത 10th സ്റ്റാൻഡേർഡ് ഒരുമിച്ച് പഠിച്ചു. ഞങ്ങൾ 81 ബാച്ച്. ഒരു ഗെറ്റ് ടുഗെദർ അറ്റ് വിൻസർ രാജധാനി. ട്രിവാൻഡ്രത്താണ് അനിത. ഓക്കെ ഓക്കെ. വേറെ കുറെ സുന്ദരികൾ ഇവിടെ ഉണ്ട്. ഇത് ടാനിയ, ഞാൻ ലക്ഷ്മി 10th സ്റ്റാൻഡേർഡ് വരെ. ഓക്കെ, ടാനിയ ട്രിവാൻഡ്രം തന്നെയല്ലേ? അതാണ് ട്രിവാൻഡ്രം. പ്രിയ ഇവിടെ ഒന്നുമല്ല, ഞാൻ ഹിമാചലിലാണ്, ധർമ്മശാലയിലാണ്. ലക്ഷ്മി ഞങ്ങളൊക്കെ ഒരുമിച്ച് പഠിച്ചാണ്. ഓക്കെ, ആ ധർമ്മശാലയിൽ ഞാൻ വരുന്നുണ്ട്, പേടിക്കണ്ട. ധർമ്മശാല, ഹിമാചൽ ധർമ്മശാല. ഇത് ഒരുമിച്ച് പഠിച്ചാണ് ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. ജയശ്രീ പിന്നെ എഞ്ചിനീയർ. ഇവരെല്ലാം പ്രൊഫഷൻ കൂടെ ഞാൻ പറയേണ്ടി വരും, എഞ്ചിനീയർ ആയിരുന്നു. ഓക്കെ, ആൻഡ് ദിസ് ഇസ് മംഗള. മംഗള പറയും. ഹലോ, ഞാനും ലക്ഷ്മിയും കൂടെ ആയിരുന്നു. സ്കൂളിലെ ക്ലാസ്മേറ്റ്സ് ആയിരുന്നു ഞങ്ങള്. വെരി ക്ലോസ്. മംഗളേഷ് കൊച്ചിൻ അല്ലേ? എറണാകുളം. ഇപ്പൊ ഇതിനു വേണ്ടി വന്നാണ് കേട്ടോ. എല്ലാരും പല സ്ഥലത്തുനിന്ന് വന്നിട്ടുണ്ട്. ആൻഡ് ദിസ് ഇസ് അവർ ഡോക്ടർ ജയശ്രീ BP. ഞങ്ങളുടെ ക്ലാസ്സിലെ ഹയസ്റ്റ് മാർക്ക് സ്കോർ ചെയ്യുന്ന ആളായിരുന്നു ജയശ്രീ. ഭയങ്കര പഠിത്തക്കാരിയായിരുന്നു. ആൻഡ് ഇപ്പോൾ ജയശ്രീ ഇവിടെ പാറശാലയിൽ. എന്തായാലും വളരെ സന്തോഷം. എത്ര നാളായിരുന്നു അറിയാം കണ്ടിട്ട് ഇവരെ എല്ലാവരും. മീനു പറയും. യു ആർ ഇൻ US അല്ലല്ല, അയർലൻഡിലാണ്. ഓക്കെ, ഈ ഗെറ്റ് ടുഗെദറിന് വന്നിരിക്കുന്നതാണ്. അവിടെ വർക്ക് ചെയ്യുന്നില്ലേ? വർക്കിംഗ് ഗൈനക്കോളജിസ്റ്റ്. ഓക്കെ, അയർലൻഡ്. ഓക്കെ, പുള്ളിക്കാരി ഡാൻസ് ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? പഠിപ്പിക്കുന്ന ക്ലാസ്. ഓക്കെ, ചെയ്യുന്നുണ്ട്. അപ്പൊ ഇന്ന് ചിലപ്പോ ഒരു ഡാൻസ് ഒക്കെ എക്സ്പെക്ട് ചെയ്യാം നമുക്ക്. പഠിപ്പിക്കാൻ പോവാണ്, ഞങ്ങളെയൊക്കെ ഡാൻസ് പഠിപ്പിക്കാൻ പോവാണ്. മറ്റൊരു ബെസ്റ്റ് ഫ്രണ്ട് വരുന്നു. ഹലോ, ലേഖ. ഇതിന്റെ എനിക്ക് ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആണ് കേട്ടോ. ഫാമിലി ഫ്രണ്ട്, ചൈൽഡ്ഹുഡ് ഫ്രണ്ട്. ലേഖ കൊച്ചിയിൽ നിന്ന് ട്രിവാൻഡ്രം വന്നിട്ടാണ് ഞങ്ങളുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. 8th അല്ലായിരുന്നു, 9th and 10th. പക്ഷെ ഭയങ്കര ഫ്രണ്ട്സാണ്, ഭയങ്കര സ്നേഹം. ഇവിടെ എല്ലാവരും ബിസി കണ്ടോ. ഒരു ഗെറ്റ് ടുഗെദർ എന്ന് പറഞ്ഞാൽ എന്ത് രസമല്ലേ. എല്ലാവരും കാണാത്തവരൊക്കെ വീണ്ടും കാണുന്നു. ഞങ്ങൾക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അത് കാരണം എല്ലാവരും തമ്മിൽ കണക്റ്റഡ് ആണ്. ഇത് ഞങ്ങളുടെ ക്ലാസ്സിലെ കൊച്ചു കുട്ടികളായിരുന്നു. ഫസ്റ്റ് ബെഞ്ചിൽ ഇരിക്കുന്ന ആൾക്കാരാണ്. ആഞ്ചലീന ആൻഡ് സുജ. സുജ എന്ത് ചെയ്യും? സുജ കൂടെ പോക്കും. സുജ ഒരു മിനിറ്റ് വരൂ. സുജ കമോൺ. ഇതാണ് ആഞ്ചലീന ആൻഡ് സുജ. ഇവരെ ഒരു എന്താ പറയുക, ട്വിൻസിനെ പോലെ എപ്പോഴും ഒന്നിച്ച് ഫസ്റ്റ് ബെഞ്ചേഴ്സാണ്. ഇപ്പോഴത്തെ ചെറിയ കുട്ടികളാണ്, ഇപ്പോഴും അങ്ങനെയാണ്. കുറച്ച് വെയിറ്റ് വെച്ചതേ ഉള്ളൂ, അതുപോലെ തന്നെ ഇരിക്കുന്നു, ഒരു മാറ്റമില്ല. കണ്ടോ, ഡ്രസ്സ് ചെയ്യുന്ന പോലെ രണ്ടുപേരും ട്വിൻസിനെ പോലെ ഡ്രസ്സ് ചെയ്തിരിക്കുന്നത്.
അവരുടെ ഡ്രസ്സിങ് പാറ്റേണും എല്ലാം സെയിം കണ്ടോ. സുജ ആൻഡ് ആഞ്ചലീന. ദിസ് ഇസ് കൃഷ്ണ, അത് ദിസ് ഇസ് എലിസബത്ത് ആന്റണി. ആ പുള്ളിക്കാരി നമ്മുടെ ക്ലാസ്സിൽ ഭയങ്കര പിടിക്കായിരുന്നു, നല്ല ഫാഷനബിൾ ഗേൾ ആയിരുന്നു, ഭയങ്കര. പിന്നെ മീനാക്ഷി, എല്ലാവരും കുറച്ച് ബിസി. ഇത് പറഞ്ഞോളൂ. മീനാക്ഷി ലക്ഷ്മിയുടെ ക്ലോസ് ഫ്രണ്ടാണ്, നെയ്ബറുമാണ്. മാത്രമല്ല ഇപ്പം അമ്മയുടെ വീടില്ലേ ഫ്ലാറ്റ്, അതെല്ലാവർക്കും അറിയാം. ഇപ്പോ മദർ ലോസ് ആ അപ്പാർട്ട്മെന്റിലാണ് മീനാക്ഷി താമസിക്കുന്നത്. 2 boys ഉള്ളി. പിന്നെന്താ 2 കൊച്ചുമക്കളുണ്ട്. ഇതൊക്കെ തന്നെയാണ് വിശേഷം. ഓക്കെ, ട്രിവാൻഡ്രം ബേസ്ഡ് തന്നെയാണ് പണ്ടും. സന്തോഷം. ഇവരൊക്കെയാണ് ഇത് കോർഡിനേറ്റ് ചെയ്യുന്നത്. വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ സജീവ പ്രവർത്തകരാണ്. നമ്മളെയൊക്കെ ഇങ്ങനെ കണ്ടുമുട്ടാൻ ഒരു അവസരം മീനാക്ഷി അനിത എല്ലാം ഉണ്ടാക്കുന്നത്. അല്ലേ, ശരിയല്ലേ? ഭയങ്കര അല്ലേ, എല്ലാവരും കൂടെ ചേർന്നുള്ള ഒരു ടീം വർക്കാണ്. എന്നാലും നമ്മളെയൊക്കെ ഓർമ്മിപ്പിച്ച് കൊണ്ടുവരും. ഓക്കെ, സന്തോഷമായി. അല്ലേ, അനിതയാണ് അതിന്റെ മെയിൻ ആള്, സൂത്രധാരൻ. ഇത് മറ്റൊരു ലക്ഷ്മി. എൻ്റെ പേര് ലക്ഷ്മി പിയും ഇത് ലക്ഷ്മി ആറും. ഇപ്പൊ ലക്ഷ്മി ആറ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് റിട്ടയർ ചെയ്തു. ഓക്കെ, ഇപ്പം സ്വസ്ഥം ഗാർഡനിങ്ങും ഗൃഹഭരണവും ഒക്കെ ആയിട്ടിരിക്കുകയാണ്. ഭയങ്കര സന്തോഷത്തിലാണ് ലക്ഷ്മി. അങ്ങനെയാണ് ഞങ്ങളുടെ പേര് രണ്ടും സിബില്. അത് പക്ഷേ ലക്ഷ്മിയുടെ LA ആയിരുന്നു അല്ലേ, ഞാൻ LEU ആണ്. ഓക്കെ, ആ വ്യത്യാസമുണ്ട്. ഹായ് എലിസബത്ത്. ഹായ്. യെസ്, സേ ഹായ് ടു ദിസ്. എലിസബത്ത് ആന്റണി എന്നായിരുന്നു പഴയ പേര്, അത് തന്നെയാണ്. ഓക്കെ, ആൻഡ് ട്രിവാൻഡ്രത്ത് സെറ്റിൽഡ് ആണ്. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കാണുന്നത് അല്ലേ, ഗെറ്റ് ടുഗദേഴ്സ്. കൃഷ്ണ ട്രിവാൻഡ്രത്ത് തന്നെയാണ്. ഓക്കെ, കൃഷ്ണ ഇപ്പോൾ വർക്ക് ചെയ്യുന്നു. ഓക്കെ, ഹൗസ് വൈഫാണ്. ഭയങ്കര. പിന്നെന്തൊക്കെയാണ് വിശേഷങ്ങൾ? പോകുന്നു. എല്ലാവരും ട്രിവാൻഡ്രം ബേസ്ഡ് ആണ് അന്ന്, അതുകൊണ്ടൊരു സന്തോഷം. ഇത് സിന്ധു. ഇൻ സ്കൂൾ ടുഗദർ ആൻഡ് അതിന് കൂടുതൽ ഒരു ബന്ധമുണ്ട് നമ്മൾ യൂണിവേഴ്സിറ്റി വഴി. ഐ വാസ് വർക്കിംഗ് ഇൻ യൂണിവേഴ്സിറ്റി. അപ്പോൾ ലക്ഷ്മി ഓരോ ആവശ്യങ്ങൾക്ക് വരുമ്പോൾ നമ്മുടെ ഇതെല്ലാം ആയിരുന്നു. Very happy to be together again once more. Hi, I'm Maria. I'm an orthodontist. I think I'm meeting her. No, we met for a get-together before, but after school, not much of a contact. But we all know her, and I'm so proud to say that she's my classmate. And you're in Bangalore, alle? I work in Amrita. Amrithയിലാണ് അല്ലേ? ഓക്കെ, കൊച്ചിയിൽ. ഓക്കെ. ഇവരെല്ലാം ഫ്ലൈയിങ് കളേഴ്സ്, ലൈക്ക് പ്രൊഫഷനിലൊക്കെ ഭയങ്കരമായിട്ട് നന്നായിട്ട് ഫ്ലറിഷ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരാണ്. ഓക്കെ, ഭയങ്കര പഠിപ്പിസ്റ്റുകളായിരുന്നു ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത്. പഠിപ്പിസ്റ്റുകൾ, അനദർ ബ്യൂട്ടിഫുൾ പഠിപ്പിസ്റ്റ് വരുന്നു. ഞാൻ അത്യാവശ്യം പഠിപ്പ്. ഇതാണ് നമ്മുടെ ക്ലാസ്സിലെ പ്രിയദർശിനി, ഭയങ്കര സുന്ദരിയായിരുന്നു. പിന്നെ സുന്ദരി അല്ല, സുന്ദരി ആയിരുന്നു എന്നല്ല, സോറി. ക്ലാസ്സിലെ നമ്മുടെ ആ പണ്ടത്തെ കാലം. ഓക്കെ, ഇപ്പോഴും അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് ബ്യൂട്ടി ഗേളായിട്ട് നടക്കുവാണ്. പക്ഷെ ഇവിടെ ഒന്നുമല്ല, US-ലാണ്. പറഞ്ഞോളൂ, പ്രിയ പറയൂ. എവിടെയാണ് ഇപ്പോൾ? മിഷിഗൻ. ഓക്കെ, അവിടെ സെറ്റിൽഡ് ആണ്. ഓക്കെ, ഇപ്പം മകൻ്റെ കല്യാണം ജയ്പൂരിൽ വെച്ചോ? എവിടെയായിരുന്നു? ഓക്കെ, അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും പോകാൻ പറ്റില്ല. ജയ്പൂരിൽ വെച്ച് ഒരു ക്ലോസ്ഡ് ഫംഗ്ഷൻ ആയിരുന്നു അതുകൊണ്ട് അല്ലേ, ജസ്റ്റ് ഫ്രണ്ട്സ്. ഓക്കെ, അപ്പോൾ എന്തായാലും വളരെ കണ്ട് ഒരുപാട് ആളുകൾ ഞാൻ കാണുന്നത് അല്ലേ, നമ്മൾ ഞാൻ ഇടയ്ക്കൊന്നും കണ്ടു ജസ്റ്റ്. പിന്നെ ഇതല്ലേ എന്റെ മെയിൻ പഠിപ്പിസ്റ്റ്. അയ്യോ എന്റെ ദൈവമേ, ക്ലാസ്സിലെ ഭയങ്കര പഠിപ്പിസ്റ്റ് എന്റെ സൈഡിലാണ് ഇരുന്നുകൊണ്ടിരുന്നത്. അതാണ് ഏറ്റവും വലിയ. പിന്നെ ഞങ്ങൾ അടുത്തടുത്താ ഇരിക്കുന്നത്. 10th ഓർമ്മയില്ലേ? യെസ്. എന്നിട്ട് പരിപാടി എന്താ വെച്ചാല് രമ ഇങ്ങനെ പടം വരയ്ക്കുമായിരുന്നു. പടം വരച്ച് എന്നെ കൂടി ഡിസ്ട്രാക്ട് ചെയ്ത് പടം വരച്ച് ഞങ്ങൾ ക്ലാസ് ടൈമിലൊക്കെ ഭയങ്കര കുരുത്തക്കേടായിരുന്നു. പക്ഷെ ടീച്ചർ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ രമ എഴുന്നേറ്റ് ആൻസർ കൊടുക്കും. ഞാൻ പടം വരച്ചോണ്ടിരിക്കും. അതായിരുന്നു അവസ്ഥ. ഭയങ്കര ഫണ്ടായിരുന്നു രമ. അപ്പൊ രമ ഇപ്പൊ എവിടെയാണെന്ന് പറയൂ. ഞാൻ UK-ലാണ്, കെൻറ്റിലാണ്. ഡോക്ടർ. ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് വഴിയാണ് ഞങ്ങളെല്ലാം ഇപ്പൊ കണക്റ്റഡ് ആയിരിക്കുന്നത്. പക്ഷെ എല്ലാവരും കണക്റ്റഡ് ആണ്, അതുകൊണ്ട് ഭയങ്കര രസമാണ്. സത്യം, ഞാൻ ഇതുവരെ ഒരു ഗെറ്റ് ടുഗദറിനും കണ്ടിട്ടില്ല നമ്മള്. ഓക്കെ, സോ വി ആർ ഓൾ വെരി ഹാപ്പി. എന്നെയാണ് കിട്ടാത്തത് അല്ലേ, ഞാൻ മിക്കവാറും ഒരു ഗെറ്റ് ടുഗദറിനും ഞാൻ വരാറില്ല, വളരെ അപൂർവമാണ്. ലക്ഷ്മി ആൾക്കാരൊന്നും വിചാരിക്കില്ല. അപ്പൊ എല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് നടക്കുന്നു. ഇതാണ് ഇവിടുത്തെ വിശേഷം. എല്ലാവരും പല ഗ്രൂപ്പ്സ് ആയിട്ട് ഇങ്ങനെ സംസാരിക്കുന്നു, വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു, അങ്ങനത്തെ കാര്യങ്ങൾ. ഇനി ഞങ്ങളുടെ സ്നാക്കിംഗ് ടൈം, അത് കഴിഞ്ഞിട്ട് ഗെയിം എന്തോ ഉണ്ടോ എന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് ലഞ്ച്.
പിന്നെ അറിയാലോ ആസ് യൂഷ്വൽ നമ്മുടെ പഴയ കാര്യങ്ങളും ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നു. അപ്പോൾ എല്ലാവർക്കും വലിയ സന്തോഷം. ഇത് ഞാൻ അധികം വരാറില്ലല്ലോ, ഐ മീൻ വാട്സപ്പിൽ അവർ ഗ്രൂപ്പിൽ ഭയങ്കര ആക്റ്റീവാണ് എല്ലാവരും, പക്ഷേ എനിക്ക് എപ്പോഴും കയറാൻ പറ്റാറില്ല. എങ്കിലും എല്ലാ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്. ആൻഡ് ഈ ഒരു ഫംഗ്ഷൻ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം. ഞാനും വന്നു എന്നുള്ളത് അവർക്ക് ഏറ്റവും സന്തോഷമായി. ഞാൻ മനഃപൂർവ്വം ഈ ഒരു എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചിട്ട് ഇതിൽ പങ്കെടുക്കണം എന്നെനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അതാണ് നിർത്തിയത്. പല ആൾക്കാരും പല സ്ഥലത്തുനിന്നും വന്നിട്ടില്ലേ, അപ്പോൾ എല്ലാവരും ഒന്ന് കാണാമല്ലോ. അങ്ങനെ ഞങ്ങളുടെ 10th വരെയുള്ള ഹോളി ഏഞ്ചൽസിലെ ഗ്യാങ്ങാണ്, ക്ലാസ്മേറ്റ്സ്. പറഞ്ഞിട്ടും തീരാത്ത അത്ര കഥകൾ, അത്ര വിശേഷങ്ങൾ, പഴയ കാര്യങ്ങളും പുതിയ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും ഒക്കെ, മക്കളുടെ വിശേഷങ്ങൾ, കൊച്ചുമക്കളുടെ വിശേഷങ്ങൾ, അങ്ങനെ എന്താ പറയേണ്ടത്. പിന്നെ ഈ ഒരു മീറ്റപ്പിൽ വരാൻ പറ്റാത്ത പല സാഹചര്യങ്ങൾ കൊണ്ട് വരാൻ പറ്റാത്ത ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ ആ സുഹൃത്തുക്കളും പറ്റുന്ന പോലെയൊക്കെ ഓൺലൈനായിട്ട് വന്ന് സൂമിലൂടെ എല്ലാവരെയും ഒന്ന് വിഷ് ചെയ്യും, എല്ലാവരോടും വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നു. അങ്ങനെ അവരുടെ പ്രസൻസും അറിയിച്ചു കൊണ്ടേയിരുന്നു. ഷെറിൻ, ഡോക്ടർ ഷെറിൻ ഒന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണെന്ന് യുവർ ആക്ടിവിറ്റീസ് ഇവിടെ? I'm a gynecologist working in WNC Hospital, തൈക്കാട്, ട്രിവാൻഡ്രം. ഓക്കെ, ഭയങ്കര സോട്ട് ആഫ്റ്റർ ഡോക്ടറാണ്, ഗൈനക്കോളജിസ്റ്റ്. സമയം ഉണ്ടാക്കി വന്നു അല്ലേ? കേട്ടു. അത് ലോങ് ടൈം കണ്ടിട്ട്. ഓക്കെ, സന്തോഷം. ഇത് അടുത്ത പറയൂ. രാജി എന്താ പറയണേ? രാജി എന്താ ചെയ്യണേ? രാജി കൊച്ചിൻ അല്ലേ? Cochin. I'm a certified yoga teacher. I'm in Cochin പ്രസ്റ്റീജ് അപ്പാർട്ട്മെന്റിലാണ് താമസിക്കുന്നത്. ഓക്കെ, അവിടെ നിന്ന് വന്നതാ കേട്ടോ ഗെറ്റ് ടുഗദർ. Very proud of our friend here. അതിൻ്റെ ഒരു പ്രധാന ആളിനെ കൂടെ കാണിച്ചു തരാം. ഇവിടെ സൂമിൽ നമ്മളുടെ വരാൻ പറ്റാത്ത കുറച്ച് ഫ്രണ്ട്സ് സൂമിൽ ഞങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. പാടാ ഇവിടെ. ദിസ് ഈസ് വൺ ഓഫ് മൈ ബെസ്റ്റ് ഫ്രണ്ട് ശോഭ ജേക്കബ്. ഇദ്ദേഹത്തിൻ്റെ എൻ്റെ ഡ്രസ്സിൻ്റെ കാര്യം പറയട്ടെ. ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സും എല്ലാം ശോഭയുടെ. എന്നോട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് വിച്ച് ബൊട്ടീക്ക് ഐ ബൈ ഫ്രം ദിസ്. ഈ ശോഭയുടെ ബൊട്ടിക്ക് എന്നാണ്, ഡാർസി എന്നാണ് ബൊട്ടിക്കിൻ്റെ പേര്. ട്രിവാൻഡ്രത്താണ്. എക്സാക്ട് പ്ലേസ് എന്ന് പറയുന്നത് കേശവദാസപുരം. അതൊന്നാണ് ഞാൻ ഇപ്പോൾ ഇട്ടിരിക്കുന്നതും. ഞാൻ ഇട്ടിട്ടുള്ള പല ഡ്രസ്സും ശോഭയുടെ ക്രിയേഷൻസ് ആണ്. ഭയങ്കര ഒരു എന്റർപ്രണറാണ്. She is so attractive. Whatever she wears is good, and I'm totally honored that she wears my clothes. താങ്ക് യു സോ മച്ച് ടാ. ഓക്കെ, ഭയങ്കര സ്നേഹം. ഞങ്ങൾ അന്ന് തൊട്ടുള്ള കണക്ഷനാണ്. ട്രിവാൻഡ്രം ബേസ്ഡാണ്. ഞങ്ങൾ എറണാകുളം സെൻറ്റ് റിസാസ് ഞാൻ പഠിക്കാൻ പോകുമ്പോൾ ട്രിവാൻഡ്രത്ത് നിന്ന് വന്ന ഒരേ ഒരാൾ ശോഭയാണ്. ശോഭയും സെൻറ്റ് റിസാസിൽ സെയിം ക്ലാസ്സിലായിരുന്നു ഞങ്ങൾ, സെയിം ഹോസ്റ്റലും. അങ്ങനെ ഒരു കണക്ഷൻ. ഇവിടെ ഇപ്പോൾ ഡാൻസ് പ്രാക്ടീസ് തുടങ്ങാൻ പോവാണ്. ഞങ്ങൾക്ക് ആർക്കും ഡാൻസ് ചെയ്യാൻ അറിയില്ല, പക്ഷേ ഞങ്ങളുടെ മീനു എന്ന് പറഞ്ഞിട്ട് അയർലൻഡിൽ നിന്ന് വന്ന ഫ്രണ്ട് എല്ലാവർക്കും സ്റ്റെപ്പ് ഇട്ട് കൊടുക്കാൻ പോകണം. അത് കഴിഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് പഠിച്ചിട്ട് ഡാൻസ് ചെയ്യും, നോക്കാം. ഒരു മേശയ്ക്ക് ചുറ്റും കൂടിയിരുന്നിട്ട് സ്കൂൾ ഫ്രണ്ട്സ്, അതായത് 10ാം ക്ലാസ് വരെ നമ്മുടെ ഏറ്റവും ആദ്യത്തെ സുഹൃത്ത് വലയമാണ് 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള സുഹൃത്തുക്കൾ. അങ്ങനെയുള്ള സുഹൃത്തുക്കൾ സ്കൂൾ ഡേയ്സിലേക്ക് ശരിക്കും പറഞ്ഞാൽ തിരിച്ചു പോണ പോലെയാണ് വിശേഷങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ. ഇതിൽ നിന്നും കിട്ടുന്നൊരു റിലാക്സേഷൻ അല്ലെങ്കിൽ ഒരു ഹാപ്പിനെസ് എന്നൊക്കെ പറഞ്ഞാൽ ഒന്നും വേറെ തന്നെയാണ്. ഇടയ്ക്ക് ഗ്രൂപ്പ് ഫോട്ടോസും എടുക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ഞങ്ങൾ ഡിസ്കഷനാണ്, എന്ത് ഗെയിമാണ് ഇനി അടുത്ത് കളിക്കേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എല്ലാവർക്കും ഗെയിം കളിക്കണം എന്നുണ്ട്, സംതിങ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കളിക്കണം എന്നൊരു തീരുമാനത്തിലെത്തി. അത് ഫൈനലി രമയായിരുന്നു ആ ഗെയിം കണ്ടക്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചത്. അങ്ങനെ ഫൈനലി ഒരു ചെറിയ ഗെയിം, ഒരു ഫൺ ഗെയിം തുടങ്ങാൻ തീരുമാനമായി. തുടങ്ങിക്കഴിഞ്ഞു. രമയാണ് ഗെയിം കണ്ടക്ടർ. ഈ ഗെയിം എന്ന് പറഞ്ഞാൽ ബിഗ് ഫിഷ് എന്ന് പറയുമ്പോൾ നമ്മൾ 2 കൈയും ചേർത്തിട്ട് ചെറിയ സൈസ്, അതായത് ചെറിയ മീനിനെ പോലെ ചെറിയ സൈസാക്കി കാണിക്കണം. പിന്നെ അതുപോലെ സ്മോൾ ഫിഷ് എന്ന് പറയുമ്പോൾ കൈ 2 കുറച്ചുകൂടെ നീട്ടിയിട്ട് വലിയ സൈസിലുള്ള മീനിൻ്റെ ഷേപ്പ് പോലെ കാണിക്കണം. അപ്പോൾ നേരെ ഓപ്പോസിറ്റായിട്ടാണ് കാണിക്കേണ്ടത്. ഇതൊരു കോൺസെൻട്രേഷൻ്റെയും കോർഡിനേഷൻ്റെയും എല്ലാം കൂടി ഒരു മത്സരമാണെന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ ഒരു ടെസ്റ്റാണ്. ഇതൊരു ഗെയിമാണ്, ഒരു ഫണ്ണാണ്.
അയ്യോ അയ്യോ This needs concentration. അതെ കുറച്ച് പാടാ. It's difficult, you know. Cutting. ആലോചിക്കണല്ലേ അത്ര ഔട്ടല്ലെങ്കിൽ ഔട്ടായി എന്തായാലും ഔട്ടാവും ഒരു മീഡിയം ഔട്ട് ഒരു മീഡിയം ഔട്ടായി എന്തായാലും ഔട്ടാവും ഇത് സെക്കൻഡ് സ്റ്റേജ് ആകുമ്പോൾ സ്പീഡ് കൂടും. സ്പീഡിൽ പറയും സ്മോൾ ഫിഷ് ബിഗ് ഫിഷ് സ്മോൾ ഫിഷ് ബിഗ് ഫിഷ് ഇങ്ങനെ മാറി മാറി പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്കൊരു കോർഡിനേഷൻ ഭയങ്കര പാടായിരിക്കും കേട്ടോ. അത് ഭയങ്കര രസമാണ്. ഞങ്ങൾ ചിരിച്ചിരിച്ച് ചത്തു. സത്യത്തിൽ എന്തൊരു കോമഡി ആയിരുന്നു എന്നറിയാം. ഞങ്ങൾക്ക് ഭയങ്കര ഒരു ഫണ്ണായിരുന്നു. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. മീനു പോയി ആലോചിച്ചൊക്കെ പ്രിയ അവസാനം വരച്ചു ആദ്യം തെറ്റിച്ച് അടിപൊളി ആട്ടാ ഭയങ്കര കോമ്പറ്റീഷൻ ആണല്ലോ അത്. പോയോ ലേക്ക് ഹൂ ഈസ് ദ വിന്നർ ലേക്ക് അങ്ങനെ ഞങ്ങൾ എല്ലാവരും 25 പേരിൽ നിന്ന് എല്ലാവരും ഔട്ടായി. ഫൈനലി ലേഖയും പ്രിയ രാമചന്ദ്രനുമാണ് ഫൈനലിലെത്തിയിരിക്കുന്നത്. എലിസബത്ത് ഇടയ്ക്ക് വരുന്നുണ്ട്, രാജി ഇടയ്ക്ക് വരുന്നുണ്ട് ഡിസ്ട്രാക്ട് ചെയ്യാനായിട്ട്. അവരെല്ലാം സഹായിക്കാൻ വരുന്നു എന്ന് പറഞ്ഞിട്ട് രമയുടെ കൂടെ നിന്നിട്ട് നമ്മളെല്ലാം ഇങ്ങനെ ഡിസ്ട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കും മത്സരിക്കുന്നവരെ. അതും മറ്റൊരു ഫണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി ലേഖ ബിക്കേം ദ വിന്നർ. അടിപൊളി. ജയിച്ചിട്ടുണ്ട്. ഇത്രയും പേര് എഴുതിട്ട് ജയിച്ചു. യു ആർ ദ ഫസ്റ്റ്. അങ്ങനെ മീറ്റപ്പിൻ്റെ വ്യത്യസ്തമായ കാഴ്ചകളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഇനി എൻ്റെ കൂട്ടുകാരികളുടെ പാട്ട്, അങ്ങനത്തെ മനോഹരമായ കാഴ്ചകൾ. ഹേമന്തനീലനിശീധിനി മാനസദേവന്റെ ചുംബനപ്പൂക്കളോ ഹേമവതി
വീണയിൽ സീമന്തരേഖയിൽ ചന്ദനം ചാർത്തിയ ഹേമന്ത നീല നിശീധിനി इस जन्म में मुलाकात हो न हो लग जा गले हमको मिली है आज ये घड़ियां नसीब से जी भर के देख लिए എല്ലാവരും കൂടെ ചേർന്ന് ഒരു ഗ്രൂപ്പ് സോങ് പാടാൻ തീരുമാനമായി. കൈ നിറയെ പോയി വരുമ്പോൾ എന്ത് കൊണ്ടുവരും? അയ്യോ മലയാളത്താ. 14 രാവിലെ പാലാഴിത്തിരയിലെ മത്സ്യകന്യമാരുടെ മാണിക്യക്കല്ല് തരാമോ? ഓ കടലിനക്കര പോനോരെ കാണാ പൊന്നിന് പോനോരെ കടലിനക്കര പോനോരെ കാണാ പൊന്നിന് പോനോരെ പോയി വരുമ്പോൾ എന്ത് കൊണ്ടുവരും? കൈ നിറയെ പോയി വരുമ്പോൾ എന്ത് കൊണ്ടുവരും? 14 രാവിലെ പാലാഴിത്തിരയിലെ മത്സ്യകന്യകമാരുടെ മാണിക്യക്കല്ല് തരാമോ? ലിറിക്സ് അല്ല. ആൻഡ് ഫൈനലി ഞങ്ങളുടെ സ്കൂളിലെ 3 നേരമുള്ള പ്രെയർ സോങ്ങിലേക്ക് എത്തി നിൽക്കുകയാണ് ഞങ്ങളുടെ പാട്ടുപാടൽ. അപ്പോൾ ഞങ്ങളിവിടെ എല്ലാവരും സ്കൂൾ പാട്ടുകൾ പാടിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയായിരുന്നു നമ്മുടെ മോർണിംഗ് പ്രെയർ, പിന്നെ ഉച്ചയ്ക്കുണ്ടായിരുന്നു ആഫ്റ്റർനൂൺ പ്രെയർ. ഞാൻ മറന്നുപോയി സത്യത്തിൽ. ഇവിടെ കുറേ പേർക്ക് നല്ല ഓർമ്മയുണ്ട്. അവള് ക്ലാസ് പകുതി സമയം പുറത്തായിരുന്നു ക്ലാസ്സിന്റെ. ഇപ്പൊ കേൾക്കുന്നു എന്നുള്ള സന്തോഷത്തിലാണ്. പിന്നെ അവസാനം നമ്മൾ ക്ലാസ് കഴിഞ്ഞിറങ്ങുമ്പോൾ ഒരു പാട്ട് അല്ലേ, 3 നേരം ഞങ്ങൾക്ക് പ്രെയർ സോങ് ഉണ്ട്. ചിരിച്ച് ചാവും ഇവിടെ എല്ലാവരും. പക്ഷെ ഭയങ്കര സ്റ്റുഡിയസ് ആൾക്കാർ ഭയങ്കരമായിട്ട് ഓർമ്മിച്ച് വെച്ചത് അവിടെ ഇരുന്ന് പാടി തകർക്കും. പെർഫെക്റ്റ് സ്റ്റുഡൻസ് ആ ലൈനിൽ ഇരിക്കുന്നത്, ആ ഫസ്റ്റ് ബെഞ്ച് ഇരുന്നുകൊണ്ടിരുന്ന ആൾക്കാരാണ്. അടിപൊളിയായിട്ട് പാടുന്നത്. ഇതെല്ലാം ഓർമ്മകൾ, എല്ലാ ഓർമ്മകളാണ്. നൈസ് മെമ്മറീസ്. അടിച്ചുപൊളി പാട്ട്, എല്ലാവർക്കും ഒരു അടിച്ചുപൊളി പാട്ട് ഗ്രൂപ്പായിട്ട് പാടണമെന്നുണ്ട്. കുറേ പാട്ടുകാർ പാടിക്കഴിഞ്ഞു. ഇനി അടിച്ചുപൊളി പാട്ടാണെങ്കിൽ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നമുക്ക് പാടാം. ആദ്യം പാടാൻ അറിയാത്തവർക്ക് പാടാമല്ലോ. നീ മധു പകരുവാണ് പാടാൻ പോണെ. എൻ്റെ അച്ഛൻ്റെ കൃമിക്കൊക്കെ പോലെ അതൊന്നും നമുക്കറിയില്ല പാടാൻ. അയ്യോ ഓക്കെ മീന തുടങ്ങിക്കോളൂ. മീനാക്ഷി ലീഡ് ചെയ്യൂ. യു ലീഡ്. നീ മധു പകരു. ഓക്കെ നീ മധു പകരു. എല്ലാവരും കൂടെ തുടങ്ങിക്കോളൂ. അറിയുന്ന പോലെ ആരെങ്കിലും തുടങ്ങുമോ? ആ ഓക്കെ. മധുപകരു മലർച്ചൊരിയു അനുരാഗ പൗർണമിയേ മണിവിളക്കുള്ള മുകിൽ കാണേണ്ട ഈ പ്രേമ സല്ലാപം മണിവിളക്കു
നീ മധു പകരൂ മലച്ചൊരിയൂ അനുരാഗ പൗർണമിയേ മനം കഥ പറഞ്ഞു താരം കേട്ടിരുന്നു ആകാശമണിയറയിൽ മനം കഥ പറഞ്ഞു താരം കേട്ടിരുന്നു ആകാശമണിയറയിൽ മിഴിയറിയാതെ ഹൃദയമിതിൽ പാട്ട് സെഷൻ നടക്കുന്നു. ഇനി ഞങ്ങൾ ഒരു എന്താ പറയുക, വെളിയിലൊരു ഫോട്ടോ സെഷൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ലഞ്ച്. ഫൺ ഡേ. എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. ആഹാ, ബ്യൂട്ടിഫുൾ പൂളാണ്. ഇവരുടെ ഏറ്റവും ടോപ്പിലാണ്. ഓ ഓക്കെ. ഇത് എത്രാമത്തെ ഫ്ലോറാണ്? നമ്മൾ 6ആയിരുന്നു തോന്നുന്നു. 5th. നൈസ് നോ? അടിപൊളി. നൈസ് പൂളാണ്. ഇതിപ്പോൾ ഭയങ്കര വെയിലാണ്. എന്ത് ഇണപിരിയാത്ത സുഹൃത്തുക്കൾ. നിങ്ങൾ ഇവിടെ എപ്പോഴും കാണുമോ? ഇല്ല, ഇവിടെ കാണൂ. ആണോ? പക്ഷെ രണ്ടുപേരും ട്രിവാൻഡ്രത്ത് തന്നെയല്ലേ? അല്ല, കോട്ടയം. ഓക്കെ ഓക്കെ. അപ്പൊ നിങ്ങൾ പ്ലാൻ ആയിരുന്നോ? ഡ്രസ്സ് സെയിം? ബൈ. ഓക്കെ. അടുത്തതിൽ വരാം. ഇല്ല, എല്ലാരും കൂടെ ഇനി പ്രശ്നമാണ്. സ്റ്റക്ക് ആവാതിരുന്നാ മതി. വിൻസർ രാജധാനി. ഇവരുടെ നല്ല സ്പ്രെഡാണ്, കുഴപ്പമില്ല. ഉച്ചയ്ക്ക് ലഞ്ച് ബുഫേ. നമ്മൾക്ക് സ്പെഷ്യലായിട്ട് കുറച്ച് സീറ്റിങ്ങിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എടുത്തിട്ട് വന്ന് ഇവിടെ ഇരുന്ന് കഴിക്കും. ഏറ്റവും ടോപ്പിലാണ് ഇത് റെസ്റ്റോറൻറ്റ്. 9th ഫ്ലോർ. അങ്ങനെ ലഞ്ച് ടൈമായി. എല്ലാവരും തന്നെ ബുഫേ കൗണ്ടറിലേക്ക് എത്തിക്കഴിഞ്ഞു. ഈ ഫ്ലോറിൽ കംപ്ലീറ്റ് ആയിട്ട് ബുഫേ ആണ് നടക്കുന്നത്. പക്ഷേ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സൈഡിലായിട്ട് കുറച്ച് ചെയർസൊക്കെ, ഒരു ടേബിൾ ഇങ്ങനെ നീളത്തിനിങ്ങനെ ഇട്ടിട്ട് കുറേ ചെയർസ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ലൊരു സ്പ്രെഡാണ് ഇവിടുത്തെ ലഞ്ച് എന്ന് പറഞ്ഞാൽ. നമുക്കിപ്പോൾ ഒരു ഗെറ്റ് ടുഗെദറോ അല്ലെങ്കിൽ ഒരു മീറ്റപ്പോ അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ ആർക്കെങ്കിലും ട്രീറ്റ് കൊടുക്കണമെങ്കിലോ ഒക്കെ വരാൻ പറ്റിയൊരു അത്യാവശ്യം റീസണബിളായിട്ട് പ്രൈസ് ചെയ്തിട്ടുള്ളൊരു ബുഫേ ലഞ്ച് കഴിക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ് ഈ വിൻസർ രാജധാനി. ഞാൻ ഇതിന് മുന്നേ പല പ്രാവശ്യം വന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും തന്നെ നല്ല ആസ്വദിച്ച് ഒന്നിച്ചിരുന്ന് അടിപൊളിയായിട്ടുള്ളൊരു ലഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഭക്ഷണമെല്ലാം കഴിച്ച് പരസ്പരം യാത്ര പറഞ്ഞിറങ്ങി. ഇനിയും ഇതുപോലെയുള്ള നല്ല ഗെറ്റ് ടുഗെദറിനായിട്ട് വീണ്ടും കണ്ടുമുട്ടാം എന്നുള്ള ശുഭപ്രതീക്ഷയുമായിട്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു ഓൾ.